അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, പരിശുദ്ധമായ ഒരു ദിക്റിൻ്റെ മജ്ലിസിലാണല്ലോ നമ്മളെല്ലാവരും ഉള്ളത്. അല്ലാഹു തആല നമ്മുടെ ഈ മജ്ലിസിനെ, ഈ ഒരു ദിക്റിൻ്റെ ഹൽക്കയെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പരിപാവനമായ ജമാദുൽ ആഖിർ അഥവാ ജമാദുൽ ഉഖ്റ മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാണിന്ന്. നാളെ പകൽ വരികയാണ്. ഈ ഒരു സുന്ദരമായ നിമിഷങ്ങളിൽ അള്ളാഹുലേക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ദിക്റുകൾ പറയേണ്ട, സ്വലാത്തുകൾ പറയേണ്ട സമയമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് ദിക്റും സ്വലാത്തൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും അള്ളാഹുലേക്ക് ഏറ്റുപറഞ്ഞ് ദുആരക്കാം. അള്ളാഹു തആല നമ്മുടെ സദസ്സിനെ, നമ്മുടെ ദുആയിനെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആദ്യമായി നമ്മൾ പറയുന്നത്, നമ്മളൊക്കെ ജനിച്ചത് മുതലേ കേൾക്കുന്ന ദിക്റാണ്. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ദിക്റാണ്. ദിക്ർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വാചകങ്ങളാണ് ഇനി നമ്മൾ ആദ്യമായി പറയാൻ പോകുന്നത്. സ്വർഗത്തിലെ നിധിയെന്നും അതുപോലെ സ്വർഗത്തിൻ്റെ താക്കോൽ എന്നൊക്കെ പരിചയപ്പെടുത്തപ്പെട്ട അഫ്ളലു ദിക്ർ, ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിക്റാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ച് പറയുക, ആത്മാർത്ഥതയോടുകൂടി പറയുക. അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. ആമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇനി നമ്മൾ പറയുന്നത്, അള്ളാഹുവിനെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ നമ്മൾ പറഞ്ഞല്ലോ, അതിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റിയ അതിശ്രേഷ്ഠമായ മറ്റൊരു ദിക്റാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ച് പറയുക. ലാ മൗജൂദ ഇല്ലല്ലാഹ് ലാ മഖ്സൂദ ഇല്ലല്ലാഹ് 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 ലാ മൗജൂദ
موجود إلا الله لا مقصود إلا الله لا 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 موجود إلا الله لا مقصود إلا الله. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു ദുആയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുസ്ലിമായി ജീവിപ്പിക്കുകയും മുസ്ലിമായി മരിപ്പിക്കുകയും ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിന് നമുക്ക് പര്യാപ്തമായ ഒരു ദുആയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എല്ലാവർക്കും പറയാം, നിസ്കാരമുള്ളവർക്കും അതുപോലെ നിസ്കാരമില്ലാത്തവർക്കും മെൻസസ് ഉള്ള എല്ലാവർക്കും, എല്ലാ ഉമ്മമാർക്കും പറയാൻ പറ്റിയ ഒരു ദുആയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. اللهم توفني مسلما وألحقني بالصالحين 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 اللهم توفني مسلما وألحقني بالصالحين. ഇനി നമ്മൾ പറയുന്നത് സ്വർഗം നമുക്ക് കണ്ണുകൊണ്ട് കണ്ടു മരിക്കാൻ പറ്റിയ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു ദുആയാണ്, തസ്ബീഹാണ്, അതുപോലെ തൗബയുടെ വാക്കാണ്, അതുപോലെ തന്നെ അസ്മാഉൽ ഹുസ്നയുടെ ചില ഇസ്മുകൾ ചേർത്തിട്ടുള്ള ഒരു അതിശ്രേഷ്ഠമായ ഒരു ദുആയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ചു പറയുക. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ ദുനൂബി യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ ദുനൂബി യാ ദൽ ജലാലി വൽ ഇക്റാം.
അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ ദുനൂബി യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ ദുനൂബി യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ ദുനൂബി യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ ദുനൂബി യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ ദുനൂബി യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ ദുനൂബി യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ ദുനൂബി യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ ദുനൂബി യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ ദുനൂബി യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ ദുനൂബി യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ ദുനൂബി യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി നമ്മൾ പറയുന്നത് മഹത്തുക്കളായ പണ്ഡിതന്മാർ, മുൻഗാമികൾ, അവരൊക്കെ എല്ലാ ദിവസവും അവർ നിത്യമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു തൗബയുടെ വാക്കാണ്. തൗബയുടെ വാക്ക് മാത്രമല്ല, അതൊരു ബൈത്തായിട്ട് അവർ പാടിയിരുന്നു. തൗബയുടെ അതുപോലെ തന്നെ ഇസ്തിഗ്ഫാറിൻ്റെ വചനമാണ്, സ്വർഗത്തെ തേടലാണ്, നരകത്തിൽ നിന്ന് മോചനം തേടലാണ്, എല്ലാം ചേർത്തിട്ടുള്ള ഒരു പദ്യം അവർ പാടുമായിരുന്നു. ഏതാണത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒന്ന് പാടിക്കേ. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ് ലീ തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അളീമി. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم.
ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ് ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അളീമി ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ് ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അളീമി ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ് ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അളീമി. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്വലാത്ത്. സ്വലാത്തിൽ അതിശ്രേഷ്ഠമായ ഒരുപാട് സ്വലാത്തുകളുണ്ട്. എല്ലാ സ്വലാത്തിനും വളരെ പുണ്യമുണ്ട്, ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടാനും നമ്മുടെ രോഗങ്ങൾ വേഗത്തിൽ ശിഫയാവാനും നമ്മൾക്ക് നിത്യമായി സ്ഥിരമായി ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വലാത്താണ്. ഇൻഷാ അല്ലാഹ് ആ സ്വലാത്ത് നമുക്ക് എല്ലാവർക്കും ഒന്ന് ചോദിയാലോ. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. ഇനി പറയാൻ എളുപ്പമുള്ള ഒരു സ്വലാത്ത്, പുണ്യങ്ങൾ ഏറെ വാരിത്തരുന്നൊരു സ്വലാത്താണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അല്ലാഹു തആല ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം.
വസല്ലിം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി 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 വസല്ലിം. ഇത് നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ 2 ഇസ്മുകളാണ്. ഈ ഇസ്മുകൾ പറഞ്ഞാൽ കിട്ടുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, ഇനി നമ്മുടെ വരാനിരിക്കുന്ന ജീവിതം എന്ന് പറഞ്ഞാൽ ഖബറാകുന്ന ലോകത്ത്, മഹ്ശറയാകുന്ന ലോകത്ത്, ആ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പ്രതിസന്ധികളുണ്ടോ മാറാൻ ഈ ദിക്റുകൾ, ഈ ഇസ്മുകൾ നമ്മൾ നിത്യമാക്കണമെന്നാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ ആ ഇസ്മ്. യാ ഹയ്യു യാ ഖയ്യൂം യാ വാജിദു യാ അല്ലാഹ് 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 യാ ഹയ്യു യാ ഖയ്യൂം യാ വാജിദു യാ അല്ലാഹ്. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സ്വലാത്തിനെ, ദിക്റിനെ, തസ്ബീഹിനെ എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ഈ ചൊല്ലുന്ന സമയത്ത് എന്തെല്ലാം പോരായ്മകളുണ്ടോ എല്ലാം അള്ളാഹു താല പരിഹരിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും ഇതിൻ്റെ നമ്മൾ ഓതിയതിൻ്റെ മിഥ്ല സവാബ് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഉദ്ദേശ സഫലീകരണം അള്ളാഹു താല നടത്തി തരുമാറാവട്ടെ. രോഗങ്ങൾക്ക് ശിഫാ നൽകട്ടെ. ഒരുപാട് പേര് നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വസീയത്തുകൾ, ദുആ വസീയത്തുകൾ ഓരോ വീഡിയോകൾക്ക് താഴെയും ദിക്റിൻ്റെ, സ്വലാത്തിൻ്റെ മജ്ലിസുകൾക്ക്
ഓരോ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ഉമ്മമാരാണ് ദുആ വസിയത്ത് കമൻറ്റായി രേഖപ്പെടുത്തുന്നത്. എല്ലാ കമൻറ്റും വായിക്കുന്നുണ്ട്. ഓരോന്നിനും കൃത്യമായി മറുപടി തരാനുള്ള പ്രയാസം കാരണം ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ഒന്നിച്ച് ദുആരക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ ദുആയിനെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ ഹലാലായ മുറാദും അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. നമുക്കൊരു ഇനിയും എല്ലാ ദിവസവും ഇതുപോലുള്ള ദിക്റിൻ്റെ മജ്ലിസിലൊക്കെ പങ്കെടുത്ത് ഒരുപാട് പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അർഹമുർ-റാഹിമീനായ അല്ലാഹ്, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചവരാണ് ഞങ്ങൾ ഓരോരുത്തരും. എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, അവരെല്ലാവരും ഖബറിലാണല്ലോ. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞങ്ങളൊക്കെ മരിക്കാനുള്ളവരാണ് റബ്ബേ. ഞങ്ങളുടെ മരിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ ഖബറിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ അല്ലാ. അല്ലാഹു, ഞങ്ങൾക്കും ഞങ്ങളോട് മരണപ്പെട്ടവർക്ക് എല്ലാവർക്കും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ സന്തോഷത്തോടുകൂടി ഒരുമിക്കാനുള്ള മഹാഭാഗ്യം നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുള്ളവരാണ് ഞങ്ങൾ ഓരോരുത്തരും. ഒരുപാട് പ്രശ്നങ്ങളുള്ളവരാണ്, പ്രതിസന്ധികളുള്ളവരാണ്, കഷ്ടപ്പാടുകളുള്ളവരാണ്, രോഗങ്ങളുള്ളവരാണ്. അല്ലാഹുവേ, എല്ലാം നീ മാറ്റി സലാമത്തും ആഫിയത്തും റാഹത്തും നൽകണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരുപാട് ഹലാലായ മുറാദുകളുണ്ട്, എല്ലാം നീ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവൻ, ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് പേരാണ് ദുആ വസിയത്ത് കമൻ്റായി എഴുതിയിട്ടുള്ളത്. നേരിട്ട് പറഞ്ഞവരുണ്ട്, ഫോണിൽ വിളിച്ച് പറഞ്ഞവരുണ്ട്. എല്ലാവരും മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. പ്രശ്നങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാ, പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ, മാരകവുമല്ലാത്തതുമായ മുഴുവൻ അസുഖങ്ങളെ തൊട്ടും കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവൻ, ഞങ്ങളുടെ മക്കളെ എല്ലാം നീ ഖൈറിലാക്കണേ അല്ലാ, സമാധാനത്തിലാക്കണേ അല്ലാ. മക്കൾ വഴിവിട്ടു പോകുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. അവരുടെ പഠനങ്ങളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ, ജോലികളിൽ ഖൈർ നൽകണേ അല്ലാ. വിവാഹപ്രായമെത്തിയ ഒരുപാട് മക്കൾ അല്ലാഹുവേ വിവാഹം ശരിയാവാതെ ഇണകളെ കിട്ടാതെ വിഷമിക്കുന്നുണ്ട്. ഖൈറായ ഇണകളെ നീ അവർക്ക് അടുപ്പിച്ച് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതുകയാണ്, മദ്രസയിലും സ്കൂളുകളിലും ഉന്നതമായ വിജയം നൽകണേ അല്ലാ. പല മക്കളും അല്ലാഹുവെ വിദേശത്താണ്, അവരുടെ ജോലികളിൽ നീ സലാമത്ത് നൽകണേ അല്ലാ. അല്ലാഹുവെ, പല സഹോദരിമാരും ഗർഭിണികളാണ്, സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ മക്കളെ നീ അവർക്ക് കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, വാഹനമില്ലാത്തവരുണ്ട്. അല്ലാഹുവെ, ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളുള്ളവരുണ്ട്, എല്ലാം നീ മാറ്റി കൊടുക്കണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. പരിശുദ്ധമായ റമളാൻ അല്ലാഹുവേ, അതിൻ്റെ വിളംബരമായ പുണ്യമായ റജബ് അടുത്ത മാസമായി ഞങ്ങളിലേക്ക് വരാനിരിക്കുകയാണ്. റഹ്മാനെ, ആ റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളുള്ള ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളോട് എപ്പോഴും ദുആരക്കാൻ പറയാറുണ്ട്. എല്ലാവർക്കും നീ പ്രശ്നങ്ങൾ മാറ്റിക്കൊടുത്ത് സമാധാനം നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ, മാരകമായ അസുഖങ്ങൾ ഒരുപാട് പേര് ഹോസ്പിറ്റലിൽ കഴിയുകയാണ്, വീടുകളിൽ കഴിയുകയാണ്. എല്ലാവരെയും രോഗങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, സാമ്പത്തികമായ ഭദ്രത നൽകണേ അല്ലാ, ഹലാലായ സമ്പത്ത് നൽകണേ അല്ലാ. ഹറാമായ സമ്പത്തിനെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ലോക മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളെ എല്ലാവരെയും നീ ഇസ്സത്തിലാക്കണേ അല്ലാ. ഞങ്ങളുടെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഒരുപാട് പേര് ലക്ഷക്കണക്കിന് രൂപ കടങ്ങളായി ബുദ്ധിമുട്ടുന്നവരുണ്ട്, തിരിച്ചു പൈസ കൊടുക്കാൻ ഇല്ലാതെ വിഷമിക്കുന്നവർ. അല്ലാഹുവേ, കടം വീട്ടാനുള്ള എളുപ്പമാർഗം ഞങ്ങൾക്ക് നീ തുറന്നു തരണേ അല്ലാ. കടം കൊടുത്തിട്ട് പൈസ തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായിട്ട് അത് നീ ഞങ്ങൾക്ക് തിരിച്ചു നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ലാ, പകർച്ചവ്യാധികളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ഭാര്യമാരിൽ ഞങ്ങളുടെ മക്കളിൽ എല്ലാത്തിലും നീ ഖൈറും സമാധാനവും ഏറ്റി നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, കാലം മോശമാണ്, കാലഘട്ടം മോശമാണ്. ഞങ്ങളുടെ മക്കളെ
ഞങ്ങളെല്ലാവരെയും നീ എല്ലാവിധത്തിലുള്ള ആപത്ത് മുസീബത്തുകൾ കണ്ണേറ് സിഹറിനെ തൊട്ട് കാക്കണേ അള്ളാഹുവെ പ്രത്യേകിച്ച് വഴിപെട്ടു പോകുന്നതിനെ തൊട്ട് കാക്കണേ മയക്കുമരുന്നിൻ്റെ കാലമാണ്, അശ്ലീലതയുടെ കാലമാണ് അള്ളാഹുവെ. അതുപോലെ തന്നെ ഒരുപാട് അനാചാരങ്ങൾ പടർന്നു പിടിക്കുന്ന കാലമാണ്. ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അള്ളാഹുവെ. പടച്ചവനെ, ന്യൂ ഇയറിൻ്റെ പേര് പറഞ്ഞ് ഒരുപാട് തെറ്റുകളിലേക്ക് ഞങ്ങളുടെ മക്കൾ പോവാൻ സാധ്യതയുണ്ട്. നീ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാക്കണേ അള്ളാഹുവെ. നിന്റെ ഹിഫാദത്ത് എപ്പോഴും ഞങ്ങൾക്ക് നൽകണേ നിന്റെ മഗ്ഫിറത്തും നിന്റെ റഹ്മത്തും നൽകണേ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا عليك توكلنا وإليك أنبنا وإليك المصير آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു തആല നമ്മുടെ ദുആയിനെ സ്വീകരിക്കട്ടെ. അല്ലാഹു തആല നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദ് ഹാസിലാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. കഴിയുന്നവരെ പങ്കെടുക്കുക. അല്ലാഹു നമ്മളെ എല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.